അതേപോലെ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ പാലിക്കേണ്ട ധാരാളം പ്രോട്ടോകോൾസുകളെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, റൈറ്റ്? ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്താണ്, there are some deficiencies in operation theatre. ഓപ്പറേഷൻ തിയേറ്റേഴ്സിന് എന്താണ്, ചില പോരായ്മകളുണ്ട്, ചില കുറവുകളുണ്ട്. എന്തൊക്കെയാണ് ആ കുറവുകൾ? ഓക്കെ, the first one, no reception. എൻസോ മ്യൂട്ട് ചെയ്യാവോ? എൻസോ എൻസോ മാഡം എന്തോ ഓൾമോട്ട് കൊടുക്കും മാഡം, പ്രശ്നമില്ല. ഓൾ മ്യൂട്ട് ആണെന്നോ? ഓൾ മ്യൂട്ട് കൊടുക്കുവാണെങ്കിൽ പ്രശ്നമില്ലല്ലോ മാഡം, അവിടെ നിന്ന് മ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഓക്കെ. അതെനിക്ക് അതിനുള്ള ഫെസിലിറ്റി ഇല്ലാടോ അവിടെ. എൻസോ പ്ലീസ് മ്യൂട്ട് ചെയ്യാവോ? എൻസോ ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ. യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസീസ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ, പേജ് നമ്പർ 4. റിജോ, പേജ് നമ്പർ 4. അപ്പൊ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ബെനിഫിറ്റുകൾ നമ്മൾ പഠിച്ചു. അതേപോലെ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ പാലിക്കേണ്ട പ്രോട്ടോകോൾസുകൾ എന്തൊക്കെയാണെന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിൽ ചില പോരായ്മകളുണ്ട്, ഡെഫിഷ്യൻസീസ് ഉണ്ട്, ചില കുറവുകളുണ്ട്. എന്തൊക്കെയാണ് അത്തരം കുറവുകൾ? ഫസ്റ്റ് വൺ ആയിട്ട് പറയുന്നത് നോ റിസപ്ഷൻ ഏരിയ. വി ഓൾ നോ ദാറ്റ് എവറി ഹോസ്പിറ്റൽ ഹാസ് ആൻ റിസപ്ഷൻ ഏരിയ, റൈറ്റ്? എല്ലാ ഹോസ്പിറ്റലുകളിലും എന്താണ്, ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ടായിരിക്കും. പക്ഷേ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രം, ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു റിസപ്ഷൻ ഏരിയ ഇല്ല എന്നുള്ളത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒരു ഡെഫിഷ്യൻസി ആയിട്ട് പറയുന്നു. ക്ലിയർ ആണോ? നോ റിസപ്ഷൻ ഏരിയ, ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു റിസപ്ഷൻ ഏരിയ ഇല്ല എന്നുള്ളത് എന്താണ്, ഒരു ഡെഫിഷ്യൻസി ആയിട്ട് പറയുന്നു. അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം? നമ്മൾ പറഞ്ഞല്ലേ, ഓപ്പറേഷൻ എത്തുന്ന പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന് എന്താണ്, പേഷ്യന്റിന്റെ അകത്ത് അല്ല, പേഷ്യന്റ് എന്താണ് സർജറിക്ക് പോയി കഴിഞ്ഞാൽ അപ്ഡേഷൻ അറിയണം, വേണ്ടേ? അതറിയാനുള്ള എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ടോ? സാധാരണ എന്താ, അതിനകത്ത് നിന്നും ഒരു സ്റ്റാഫ് പുറത്തു വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, വേണ്ടേ? സോ ഈ റിലേറ്റീവ്സിനും ആ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും ഇടയിൽ എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇത് റിലേറ്റീവ്സിനിടയിൽ സ്ട്രെസ് ഉണ്ടാകാനായിട്ട്, ആങ്സൈറ്റിക്ക് എല്ലാം കാരണമാകുന്നുണ്ട്. സോ എന്താണ്, ഒരു റിസപ്ഷൻ ഏരിയ ഇല്ല എന്നുള്ളത്, ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രം ഒരു റിസപ്ഷൻ ഏരിയ ഇല്ല എന്നുള്ളത് അതിന്റെ ഒരു ഡെഫിഷ്യൻസി ആയിട്ട് പറയുന്നു. ക്ലിയർ ആണോ എല്ലാവർക്കും? നോ റിസപ്ഷൻ ഏരിയ. And the second one, which is no separate rooms for surgeons, anesthesiologists, junior doctor, OT attendants. എന്താണ്, ഓപ്പറേഷൻ തിയേറ്ററിൽ അറ്റൻഡൻസിന് അല്ലെങ്കിൽ സർജൻസിന്, നേഴ്സസിന് എല്ലാം എന്താണ്, ഒരു സെപ്പറേറ്റ് റൂംസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, എന്താണ്, അവർക്ക് എല്ലാവർക്കും വേണ്ടി എന്താണ്, സെപ്പറേറ്റ് റൂംസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു പ്രൈവറ്റ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താണ്, അവരുടെ പ്രൈവസി നഷ്ടമാകുന്നുണ്ട് അല്ലെ? എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഏരിയയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് എന്താണ്, ഓപ്പറേഷന് മുൻപോ അല്ലെങ്കിൽ അതിനുശേഷമോ റെസ്റ്റ് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്താണ്, ഓപ്പറേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെങ്കിലോ ഒരു സ്പെഷ്യൽ ഏരിയാസ് ഇല്ല, റൈറ്റ്? അതേപോലെ പിന്നെ എന്താണ്, അവരുടെ പ്രൈവസിയെ അത് ബാധിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ എന്താണ്, സർജറി ടൈമിൽ ഈ പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടി വന്നേക്കാം അല്ലേ? എന്താണ്, ചില സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റ് ഹെൽത്ത് കെയർ സ്റ്റാഫുകളോട്, നേഴ്സസിനോടൊന്നും പറയേണ്ടാത്ത സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലേ? അതെല്ലാം എന്താണ്, ഒരു ഓപ്പൺ സ്പേസിൽ വന്ന് ഡിസ്കസ് ചെയ്യേണ്ടി വന്നേക്കാം. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ സെൻസിറ്റീവ് ആയിട്ടുള്ള അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ആ കോൺഫിഡൻഷ്യാലിറ്റിയെ ബാധിക്കുന്നുണ്ട്, റൈറ്റ്? ഒരു ഓപ്പൺ സ്പേസ് ആണ്, എല്ലാവരും അവിടെ ഉൾപ്പെടുന്നുണ്ട് അല്ലെ? അപ്പൊ എന്തെങ്കിലും സീക്രട്ട് പറയാനായിട്ട്, ഇത്തരം എന്താണ്, അവരുടെ കണ്ടീഷനെ കുറിച്ച് പറയാനായിട്ട് എന്താണ്, ആ സീക്രട്ടിനെ ബാധിക്കുന്നുണ്ട്, ആ കോൺഫിഡൻഷ്യാലിറ്റിയെ ബാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, ആൻഡ് തേർഡ് വൺ, നോട്ട് ഇനഫ് നമ്പർ ഓഫ് ചേഞ്ച് റൂംസ് ഫോർ ഡിഫറെന്റ് ക്ലാസ് ഓഫ് പീപ്പിൾ. ഡിഫറെന്റ് ക്ലാസ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സർജൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നേഴ്സസ്, മറ്റ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് അവർക്ക് വേണ്ടി ചേഞ്ചിങ് റൂം ആയിട്ട് ഒരു സ്പെഷ്യൽ റൂം പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, ആവശ്യത്തിന് റൂമുകളും അതേപോലെ അവിടെ ഇല്ല. ചേഞ്ചിങ് റൂം ആയിട്ട് ആവശ്യത്തിന് റൂമുകൾ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതുകൊണ്ടും ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. എന്തൊക്കെയായിരിക്കാം?
ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അവരുടെ പ്രൈവസി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? പ്രൈവസിയെ ബാധിക്കുന്നുണ്ട്, ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെ പ്രൈവസിയെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, അതെന്താണ് അവരിൽ സ്ട്രെസ് ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട്. അതേപോലെ ഓപ്പറേഷൻ സർജറി പ്രോസസ്സിന്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിനെ അത് ചിലപ്പോൾ ബാധിച്ചേക്കാം. ദെൻ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടോ? സാധാരണ എന്താണ് നമ്മൾ PPE വെയർ ചെയ്യണം, വേണ്ടേ? സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ആകേണ്ടതുണ്ട്. അതിനുവേണ്ടി PPE വെയർ ചെയ്യണം, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ വെയർ ചെയ്യണം. സോ എന്താണ് ആവശ്യത്തിനുള്ള ഇത്തരത്തിലുള്ള ചേഞ്ചിങ് റൂം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരാള് എന്താണ് PPE വെയർ ചെയ്ത് വന്നതിന് ശേഷമായിരിക്കും അടുത്ത ആൾക്ക് ചാൻസ് കിട്ടുന്നത് അല്ലേ? അത് ഓപ്പറേഷൻ വൈകാനായിട്ട് ഡിലേ ആകുന്നുണ്ട്, ഓപ്പറേഷനെ ഡിലേ ആക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ദെൻ മറ്റൊരു റീസൺ വരുന്നത് ക്രോസ് കണ്ടാമിനേഷൻ റിസ്ക് ആണ്. എന്താണ് ക്രോസ് കണ്ടാമിനേഷൻ റിസ്ക് എന്ന് പറഞ്ഞാല്? അതായത് PPE വെയർ ചെയ്ത ആളും ഇനി വെയർ ചെയ്യാനുള്ള ആളും ഒരേ ഏരിയയിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. ക്ലിയർ ആണോ? PPE വെയർ ചെയ്ത ആളും ഇനി വെയർ ചെയ്യാനുള്ള ആളും ഉൾപ്പെടുന്നത് ഒരേ ഏരിയയിൽ തന്നെയാണ്. ഓക്കെ, അതുമൂലം പലതരത്തിലുള്ള ഇൻഫെക്ഷൻ പടരാനായിട്ട് ചാൻസസ് ഉണ്ട്. അതിനെയാണ് ക്രോസ് കണ്ടാമിനേഷൻ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ മൂന്ന് റീസണാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയായിരുന്നു? ക്രോസ് കണ്ടാമിനേഷൻ റിസ്ക് ഉണ്ടാകുന്നുണ്ട്, അതേപോലെ തന്നെ അവരുടെ പ്രൈവസിയെ ബാധിക്കുന്നുണ്ട്, ഓപ്പറേഷൻസ് ഡിലേ ആകാനായിട്ടും കാരണമാകുന്നുണ്ട്. ക്ലിയർ ആണോ? സെപ്പറേറ്റ് ചേഞ്ചിങ് റൂം ഇല്ലാത്തത്, ആവശ്യത്തിന് ചേഞ്ചിങ് റൂം ഇല്ലാത്തത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്താണ് കാരണമാകുന്നുണ്ട്, റീസൺ ആകുന്നുണ്ട്. ക്ലിയർ ആണോ? തേർഡ് പോയിന്റ്. Then, and the fourth one, inappropriate size and type of doors, etc. ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ സൈസ് അല്ലെങ്കിൽ ഡോറ് എങ്ങനെയാണ്? മാനുവൽ ഡോർ ആയിരിക്കും. ഓക്കെ, ഹെവി ആയിട്ടുള്ള മാനുവൽ ഡോർ ആയിരിക്കാം മിക്ക ഓപ്പറേഷൻ തിയേറ്ററിലെയും ഡോർ എന്ന് പറയുന്നത്. അതെന്താണ്? ഹെൽത്ത് കെയർ സ്റ്റാഫുകളില്ലേ, സപ്പോർട്ടിംഗ് സ്റ്റാഫുകളുണ്ട്, അവർക്ക് എന്താണ് വീൽ ചെയറുമായിട്ട് പോകുന്ന ടൈമിലോ അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സുമായിട്ട് പോകുന്ന ടൈമിലോ ഓപ്പൺ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായേക്കാം. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക് ഡോർസുകളല്ല ഓപ്പറേഷൻ തിയേറ്ററിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇത്തരം മാനുവൽ ആയിട്ടുള്ള ഹെവി ഡോർസ് വർക്ക് ചെയ്യിക്കുന്നതിന് ഈ സപ്പോർട്ടിംഗ് സ്റ്റാഫിന് ബുദ്ധിമുട്ടുണ്ടായേക്കാം. അതേപോലെ തന്നെ പിന്നെന്താണ് ഈ സ്ട്രക്ചർ അല്ലെങ്കിൽ വീൽ ചെയർ ഒക്കെ കൊണ്ടുപോകുന്നതിനും ഇത്തരം സൈസ്, ആ ഡോറിന്റെ സൈസ് അത് ബാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? And the fifth one, lack of laminar flow and mandatory എയർ എക്സ്ചേഞ്ച് സിസ്റ്റം ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ലാമിനാർ എയർ ഫ്ലോ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാണ്. എന്താണ് ഇതിൽ ചെയ്യുന്നത്? ഫിൽറ്റർ ചെയ്ത എയർ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് ലാമിനാർ എയർ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താ ചെയ്യുന്നുണ്ട്? ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലെ എയറിനെ ഫിൽറ്റർ ചെയ്ത് എന്താണ് പ്യുവർ ആയിട്ടുള്ള എയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ലാമിനാർ എയർ ഫ്ലോയുടെ അഭാവം എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒരു ഡെഫിഷ്യൻസി ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ലാമിനാർ എയർ ഫ്ലോ ഇല്ലെങ്കിൽ എന്തെല്ലാം പറ്റാം? ഇൻഫെക്ഷൻ റിസ്ക് കൂടുന്നുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അത് പേഷ്യന്റിന്റെ സേഫ്റ്റിയെ ബാധിച്ചേക്കാം. ഈവൻ ഹെൽത്ത് കെയർ സ്റ്റാഫുകളെയും അത് ബാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? And the sixth one, lack of standard operation theater protocols. എന്താണ് പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലെ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കാം ഓപ്പറേഷൻ തിയേറ്റർ പ്രോട്ടോകോൾസ്? എന്താ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പാലിക്കേണ്ട, എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും പാലിക്കേണ്ട ചില ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലെ? പോളിസീസിനെയാണ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനെയാണ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. സോ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഇത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസിന്റെ അഭാവം എന്തെല്ലാം ബുദ്ധിമുട്ടുകളായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്? എന്തെല്ലാം ആയിരിക്കാം? ഓക്കെ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം? ഫസ്റ്റ് വൺ എന്താണ്? നമ്മൾ കേട്ടിട്ടില്ലേ, പേഷ്യന്റ് മാറിപ്പോകുക, അല്ലെങ്കിൽ എന്താണ് സർജറി ചെയ്യേണ്ട ഭാഗം സർജറി മാറിപ്പോകുക, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് മാറിപ്പോകുക. അങ്ങനെ മീഡിയാസിൽ നമ്മൾ നിരവധി ന്യൂസുകൾ കേൾക്കാറുണ്ട് ഡെയിലി, റൈറ്റ്? ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്തുകൊണ്ടാണ് വരുന്നത്? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തിയേറ്റർ പ്രോട്ടോകോൾസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം ഇറേഴ്സ് വരുന്നത്, മിസ്റ്റേക്സുകൾ വരുന്നത്. ക്ലിയർ ആണോ? സോ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തിയേറ്റർ പ്രോട്ടോകോൾസിന്റെ അഭാവം ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ പലതരം ഇറേഴ്സുകൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, മിസ്റ്റേക്സുകൾ കൂട്ടുന്നുണ്ട്. ക്ലിയർ ആണോ?
അതേപോലെ തന്നെ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പാലിക്കേണ്ട കാര്യമാണ്. എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും ഫോളോ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രോട്ടോകോൾസ് ഇല്ലെങ്കിൽ സർജൻസ് എന്തായിരിക്കും, അവർക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും ആ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത്. അതേപോലെ നേഴ്സസും എന്തായിരിക്കും, അവർക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ എല്ലാവർക്കും വേണ്ടി കോമൺ ആയിട്ടുള്ള ചില ഇൻസ്ട്രക്ഷൻസിനെയാണ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. റൈറ്റ്? Clear ആണോ? Okay. Then the seventh one, no separate central sterile supply department. Okay, എന്താണ് ഒരു ഓപ്പറേറ്റ് നമ്മൾ പറഞ്ഞു TSSU എന്തായിരുന്നു? TSSU എന്തായിരുന്നു? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് അല്ലേ? റൈറ്റ്. ഓക്കെ. അപ്പോ ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു സപ്ലൈ യൂണിറ്റ് പ്രവർത്തിക്കുന്നില്ല. ഓക്കെ, ഓപ്പറേഷൻ ഹോസ്പിറ്റൽസിലെ എല്ലാ ഡിവൈസുകളെയും എന്താണ് ജെം ഫ്രീ ആക്കുന്നതിന് വേണ്ടിയാണ് TSSU പ്രവർത്തിക്കുന്നത്. പക്ഷേ ഓപ്പറേഷൻ തിയേറ്റർ റൂംസ് സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയോ ഇങ്ങനെ ഒരു സപ്ലൈ യൂണിറ്റ് പ്രവർത്തിക്കുന്നില്ല. ഓക്കെ, അതൊരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ വലിയൊരു ഡെഫിഷ്യൻസി ആയിട്ടാണ് പറയുന്നത്. ക്ലിയർ ആണോ? Okay, and 8th one, waiting area recovery, not well equipped, lack of basic facilities. റിക്കവറി റൂമിലേക്ക് ഓപ്പറേഷൻ പ്രൊസീജിയർ എല്ലാ സർജിക്കൽ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പേഷ്യന്റിനെ റിക്കവറി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ റിക്കവറി റൂമിൽ എന്താണ്, റിലേറ്റീവ്സിനെ വെയിറ്റ് ചെയ്യാനുള്ള വെയിറ്റിംഗ് ഏരിയ ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. അതിന്റെ എന്താണ്, നോട്ട് വെൽ എക്യുപ്ഡ് ആയിരിക്കും. വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതിന്റെ ഡെഫിഷ്യൻസീസ് എന്തൊക്കെയാണ്? നോട്ട് വെൽ എക്യുപ്ഡ്, അവിടെ ആവശ്യത്തിനുള്ള ഫെസിലിറ്റീസ് കുറവായിരിക്കും. എന്തൊക്കെയാണ്? ചിലപ്പോൾ സീറ്റിംഗ്സിന്റെ കുറവുണ്ടായിരിക്കാം. അതേപോലെ ഇൻഫർമേഷൻ ഡിസ്പ്ലേ, പേഷ്യന്റിന്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യിക്കുന്നതിനുള്ള കാണിക്കുന്നതിനുള്ള എന്താണ് ബോർഡുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതിന്റെ അഭാവമുണ്ട്. അതെന്താണ്, റിലേറ്റീവ്സിന് ഇടയിൽ സ്ട്രെസ് ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട്. അതേപോലെ റിഫ്രഷ്മെന്റ് സ്റ്റേഷന്റെയും കുറവുകൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസ്, ഇത്തരം ഫെസിലിറ്റീസിന്റെ ഡെഫിഷ്യൻസിയും എന്താണ്, ഓപ്പറേഷൻ തിയേറ്ററിനെ സംബന്ധിച്ച് വലിയൊരു ഡെഫിഷ്യൻസി ആയിട്ടാണ് പറയുന്നത്. ക്ലിയർ ആണോ? 8 പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ കുറവുകൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ റിസപ്ഷൻ ഏരിയ ഇല്ല എന്നുള്ളത് ഒരു ഡെഫിഷ്യൻസി ആണ്. ആൻഡ് സെക്കൻഡ് വൺ, സർജൻസ് അല്ലെങ്കിൽ അനസ്തീഷ്യോളജിസ്റ്റ്, ജൂനിയർ ഡോക്ടർ, അറ്റൻഡൻസ്, നേഴ്സ് ഇവർക്കെല്ലാം എന്താണ്, സെപ്പറേറ്റ് റൂംസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓപ്പറേഷന് വേണ്ടി പ്രിപ്പയർ ആകുന്നതിന് വേണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഈവൻ ചിലപ്പോൾ എന്താണ് റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയാണെങ്കിലും ഒരു സെപ്പറേറ്റ് റെസ്റ്റിംഗ് റൂം അല്ലെങ്കിൽ ചേഞ്ചിങ് റൂം എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇത് അവർക്കിടയിൽ എന്താണ് അവരുടെ പ്രൈവസിയെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ ക്രോസ് കണ്ടാമിനേഷൻ റിസ്കിനും കാരണമാകുന്നുണ്ട്. ദെൻ ഇൻഅപ്രോപ്രിയേറ്റ് സൈറ്റ് ആൻഡ് ടൈപ്പ് ഓഫ് ഡോർസിന്റെ പ്രത്യേകതയും അതേപോലെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ സൈസും സ്ട്രക്ചറൊക്കെ കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഡോർസിന്, അത്രയും വലിപ്പ ഡോർസിനുള്ളൂ എന്നാ പറയുന്നത്. അതേപോലെ തന്നെ ഡോർസ് ഹെവി ആണ്, മാനുവൽ ആയിട്ട് ഓപ്പൺ ചെയ്യണം. അത് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പിന്നെന്തായിരുന്നു? ലാക്ക് ഓഫ് ലാമിനാർ എയർ ഫ്ലോ. ഓക്കെ, എയറിനെ ഫിൽറ്റർ ചെയ്ത് പ്യൂരിഫൈ ചെയ്യുന്നതിനുള്ള സിസ്റ്റമാണ് എന്താണ്, ലാമിനാർ എയർ ഫ്ലോ എന്ന് പറയുന്നത്. അതിന്റെ അഭാവം ഓപ്പറേഷൻ തിയേറ്ററിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകാനായിട്ടും കാരണമാകുന്നുണ്ട്. ദെൻ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തിയേറ്റർ പ്രോട്ടോകോൾസിന്റെ അഭാവവും എന്താണ്, ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ മിസ്റ്റേക്സുകൾ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണമായിട്ട് പറയുന്നു. ദെൻ എന്താണ്, ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രമായിട്ട് ഒരു സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നില്ല. ദെൻ റിക്കവറി റൂമിലുള്ള വെയിറ്റിംഗ് ഏരിയയുടെ എന്താണ് ഡെഫിഷ്യൻസീസും ഇതിൽ പറയുന്നുണ്ട്. ഈ 8 പോയിന്റ്സ് എല്ലാവർക്കും ക്ലിയർ ആണോ? ലാമിനാർ എയർ ഫ്ലോ എന്ന് പറയാം. ലാമിനാർ എയർ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിനകത്തെ എയറിനെ എന്താണ് പ്യൂരിഫൈ ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റമാണ്. ഓക്കെ, എയറിനെ ഫിൽറ്റർ ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റമാണ് ലാമിനാർ എയർ ഫ്ലോ. ഓക്കെ, എന്താണ് പ്യൂരിഫൈ ചെയ്യുന്നില്ലെങ്കിൽ എയർ എന്ത് പറ്റുന്നുണ്ട്, ഇൻഫെക്ഷൻ റിസ്ക് കൂടുന്നുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഇൻഫെക്ഷൻ പിടിപെടാനും അതുപോലെ സ്പ്രെഡ് ചെയ്യാനും ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകാനും കാരണമാകുന്നുണ്ട്. അത് പേഷ്യന്റിന്റെ സേഫ്റ്റിയെയും ബാധിക്കുന്നുണ്ട്. സോ ലാമിനാർ എയർ ഫ്ലോ എന്ന് പറഞ്ഞാൽ എയറിനെ ഫിൽറ്റർ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ്. ക്ലിയർ ആണോ? ക്ലിയർ. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ, ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. Okay, there are 3 types of operation theater.
which are modular operation theater, integrated operation theater, and the last one which is hybrid operation theater. ഓക്കെ, മെയിൻലി 3 ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇതിൽ പറയുന്നത്. മോഡുലർ ഓപ്പറേഷൻ തിയേറ്റർ വരുന്നുണ്ട്, അതേപോലെ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ വരുന്നുണ്ട്, ആൻഡ് തേർഡ് വൺ വിച്ച് ഈസ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ വരുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് മോഡുലർ ഓപ്പറേഷൻ തിയേറ്റർ. എന്താണ് മോഡുലർ ഓപ്പറേഷൻ തിയേറ്റർ? നോക്കിക്കോളൂ. പ്രീ ഫാബ്രിക്കേറ്റഡ് മോഡുലർ ഓപ്പറേഷൻ തിയേറ്റർ ഈസ് എ finished steel structure with a jointless sterile coating that provides a high quality finish. These operation theaters provide the benefit of a അതേപോലെ മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ കുറച്ച് ബെനിഫിറ്റും താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മോഡുലർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ്. ക്ലിയർ ആണോ? മോഡുലർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ്. അതേപോലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എന്താണ് സർജിക്കൽ എൻവയോൺമെന്റ് ആണ് മോഡുലർ ഓപ്പറേഷൻ തിയേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ എൻവയോൺമെന്റ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മോഡുലർ കമ്പോണൻസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇത്തരം മോഡുലർ കമ്പോണൻസിന്റെ പ്രത്യേകത എന്താണ്? അത് ഓഫ് സൈറ്റില് നിർമ്മിക്കുന്നതും മുൻകൂട്ടി നിർമ്മിക്കുന്നതും ഓൺ സൈറ്റിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആണോ? അതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ സപ്പോസ് മോഡുലാർ കിച്ചൺ കേട്ടിട്ടില്ലേ? മോഡുലാർ കിച്ചൺ, അതിന്റെ പ്രത്യേകത എന്താ? അതെന്താണ്? വർക്കേഴ്സ് അതിന്റെ അളവെല്ലാം എടുത്ത് അവരുടെ സൈറ്റിൽ കൊണ്ടുപോയി എന്താണ് അളവിനനുസരിച്ച് അത് നിർമ്മിക്കുന്നു, അല്ലെ കൺസ്ട്രക്ട് ചെയ്യുന്നു. ആ ഒരു ബോക്സ് അല്ലെങ്കിൽ എന്താണ് ആ ഇന്റീരിയർ എന്ത് ചെയ്യുന്നു? നമ്മുടെ കിച്ചണിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നു, അസംബിൾ ചെയ്യുന്നു, അല്ലേ? അതേ സെയിം മെത്തേഡ് തന്നെയാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിലും ഫോളോ ചെയ്യുന്നത്. അതിന്റെ അളവിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? കൺസ്ട്രക്ട് ചെയ്യുന്നു, അവരുടെ ഓഫ് സൈറ്റിൽ കൊണ്ടുപോയി കൺസ്ട്രക്ട് ചെയ്യുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അതെന്ത് ചെയ്യുന്നു? അസംബിൾ ചെയ്യുന്നു. ക്ലിയർ ആണോ? അതിനു വേണ്ടി മോഡുലാർ കമ്പോണൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റീൽ സ്ട്രക്ചറോ അല്ലെങ്കിൽ എന്താണ് ഗ്ലാസോ ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. മെയിൻ ആയിട്ട് സ്റ്റീൽ ആണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? സോ എന്താണ്? ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മോഡുലർ കമ്പോണൻസ് യൂസ് ചെയ്തിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ഓഫ് സൈറ്റില് മുൻകൂട്ടി നിർമ്മിക്കുകയും അത് ഓൺ സൈറ്റിൽ കൊണ്ടുവന്ന്, വിച്ച് മീൻസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ എന്താണ്? ഈസിലി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പൊ പേഷ്യന്റിന് സാധ്യമായ എല്ലാ രീതിയിലുമുള്ള എന്താണ് സർജിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആണോ? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി സാധ്യമായ എല്ലാ രീതിയിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജീസും എന്താണ് ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആണോ? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ്. അതേപോലെ തന്നെ എന്താണ്? പേഷ്യന്റിന് സാധ്യമായ എല്ലാ കെയറും പ്രൊവൈഡ് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ അഡ്വാൻസ്ഡ് ടെക്നോളജീസും ഇത്തരം മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ലാമിനാർ എയർ ഫ്ലോ? പറഞ്ഞുതരാം. ലാമിനാർ എയർ ഫ്ലോയുടെ കാര്യം പറഞ്ഞില്ലേ? ഓക്കെ, അത്തരത്തിലുള്ള ഫിൽട്രേഷൻ എല്ലാം ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കും. സോ എന്താണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാല്? ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ്. അതേപോലെ തന്നെ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓഫ് സൈറ്റിൽ കൊണ്ടുപോയി മുൻകൂട്ടി നിർമ്മിക്കുന്നതും അതേപോലെ ഓൺ സൈറ്റിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുന്ന രീതിയിലുമാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഓക്കെ, പേഷ്യന്റിന് സാധ്യമായിട്ടുള്ള എല്ലാ കെയറും പ്രൊവൈഡ് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ മോഡേൺ ടെക്നോളജീസും ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആണോ? അതേപോലെ അതിന്റെ പാനൽ എന്ന് പറയുന്നത് സ്റ്റീൽ സ്ട്രക്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഗ്ലാസ് കൊണ്ടുള്ള മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. ഓക്കെ, അതിന്റെ ബെനിഫിറ്റുകൾ നോക്കിക്കോളൂ. ഫസ്റ്റ് ബെനിഫിറ്റ് എന്താണ്? റാപ്പിഡ് കൺസ്ട്രക്ഷൻ ആണ്. എന്താണ് റാപ്പിഡ് കൺസ്ട്രക്ഷൻ? എന്താണ്? പെട്ടെന്ന് തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഓഫ് സൈറ്റിലാണ് നിർമ്മിക്കുന്നത്, അതേപോലെ തന്നെ ഓൺ സൈറ്റിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റാപ്പിഡ് കൺസ്ട്രക്ഷൻ ആണ്, പെട്ടെന്നത് അതിന് നിർമ്മാണം കഴിയുന്നുണ്ട്. ഓക്കെ, ദെൻ പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്, എന്താണ് മലിനീകരണം ഉണ്ടാകുന്നത് തടയുന്നുണ്ട്. ഓക്കെ, അതിന് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിനകത്തെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിന് സാധ്യമായ എല്ലാ ടെക്നോളജീസും അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് സാധ്യമായിട്ടുള്ള എല്ലാ ടെക്നോളജീസും ഇപ്പൊ ലാമിനാർ എയർ ഫ്ലോ
എയറിനെ ഫിൽറ്റർ ചെയ്യുന്നതിന് ലാമിനാർ എയർ ഫ്ലോ ആ ഒരു സിസ്റ്റം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സർഫസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാനലും ചെയ്തിരിക്കുന്നത് ഗ്ലാസ് അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടാണെന്ന് പറഞ്ഞു. സോ ബ്രെഡിന്റെയോ ബോഡി ഫ്ലൂയിഡിന്റെയോ സ്പ്ലാഷ് ഒക്കെ ഉണ്ടായാൽ എന്താണ് നമുക്ക് ഈസിലി അത് വൈപ്പ് ചെയ്യാനായിട്ട് കഴിയും അല്ലെ. സ്റ്റീലൊക്കെ ആണെങ്കിൽ ഈസിലി വൈപ്പ് ചെയ്യാനായിട്ട് കഴിയും. സോ ബാക്ടീരിയൽ ഗ്രോത്തിനെ തടയുന്നുണ്ട്. പിന്നെന്തായിരിക്കാം? എയർ ഫിൽട്രേഷന്റെ കാര്യം പറഞ്ഞു. ദെൻ അപ്പോ എന്താണ് ഇൻഫെക്ഷൻ തടയുന്നതിന് ആവശ്യമായ എല്ലാ സേഫ്റ്റി ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സിലൂടെയാണ് ഇത്തരം മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആണോ? സ്റ്റീൽ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഈസിലി നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടും കഴിയുന്നതാണ്. ആൻഡ് തേർഡ് വൺ, ലോങ് ഡ്യൂറബിലിറ്റി. എന്താ ലോങ് ഡ്യൂറബിലിറ്റി? എന്താ ഡ്യൂറബിലിറ്റി? വളരെ കാലം നിലനിൽക്കുന്നതാണ് ഇത്തരം മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ലോങ് ടൈമിലേക്ക് നിലനിൽക്കുന്നതാണ്, എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. എന്തുകൊണ്ടായിരിക്കാം? അതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സുകളും, അതിന്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ് ആണെങ്കിലും അതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ്. അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് കൺസ്ട്രക്ഷൻ ടെക്നിക്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? ലോങ് ഡ്യൂറബിലിറ്റി. നെക്സ്റ്റ് വൺ ആയിരുന്നു സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ഓഫ് മെയിൻ്റനൻസ്. ഈ 3 പോയിന്റ് നോക്കിക്കോളൂ. അതിൽ പറയുന്നത് എന്താണ്? ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസും അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് കൺസ്ട്രക്ഷൻ ടെക്നിക്സുകളും ആണ് ഇത് നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ഡ്യൂറബിലിറ്റി ഉണ്ട്. പിന്നെന്താണ്? സ്റ്റീൽ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഈസിലി നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എളുപ്പമാണ് അല്ലെ. ആ സർഫസ് ആണെങ്കിലും ആ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ക്ലിയർ ആണോ? ലോങ് ഡ്യൂറബിലിറ്റി ആൻഡ് ഈസ് ഓഫ് മെയിൻ്റനൻസ്. ആൻഡ് ഫോർത്ത് പോയിന്റ് നോക്കിക്കോളൂ. അതിനിടയിൽ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. എന്താണ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ? നമ്മൾ പറഞ്ഞല്ലേ ഓഫ് സൈറ്റിൽ അവരത് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഓൺ സൈറ്റിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിവൈസ് അതിൽ സെറ്റ് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആ രീതിയിൽ മാറ്റം വരുത്താവുന്ന രീതിയിലാണ് ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഒരു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പ്ലംബിംഗ്, അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിവൈസ് എക്യുപ്മെന്റ്സ് അവിടെ സെറ്റ് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എക്സ്റ്റെൻഡബിൾ ആയിട്ടാണ് ഇത്തരം മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? And the seventh one, provision of opening needed for the installation without affecting hardness of structure. എന്താണ് അതിൽ പറയുന്നത്? നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഡിവൈസ് സെറ്റ് ചെയ്യണം, അതിന്റെ സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ ആ ഡിവൈസ് സെറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഓപ്പണിങ്സ് ഉണ്ടാക്കാനായിട്ട് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിൽ കഴിയുന്നതാണ്. എന്തെങ്കിലും എന്തൊരു ഓപ്പണിംഗ് വേണം, അല്ലെങ്കിൽ പുതിയൊരു ഡിവൈസ് സെറ്റ് ചെയ്യണം, അതിനാവശ്യമായ ഓപ്പണിംഗ് ചെയ്യാവുന്നത് അതിന്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഏതൊരു എക്യുപ്മെന്റ്സ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും അതിന്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ, ആ ഘടനയെ ബാധിക്കാത്ത രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ്. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററും അതിന്റെ ബെനിഫിറ്റും എല്ലാവർക്കും ക്ലിയർ ആണോ? എന്തായിരുന്നു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാല്? ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ എന്തായിരുന്നു? പിന്നെന്താ? ഓഫ് സൈറ്റിൽ നിർമ്മിച്ചിട്ട് അത് ഹോസ്പിറ്റലിൽ വന്നിട്ട് അവര് സെറ്റ് ചെയ്യുന്നതാണ്. ഹൈ ക്വാളിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റീലാണ്, ഗ്ലാസ് ആണ് യൂസ് ചെയ്യുക. സ്റ്റീൽ സ്ട്രക്ചർ മോഡേൺ ടെക്നോളജി. മോഡേൺ കോൺസെപ്റ്റ് ആണ്, മോഡേൺ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പേഷ്യന്റിന്റെ സേഫിന് വേണ്ടി, അവർക്ക് സേഫ്റ്റിക്ക് വേണ്ടി സാധ്യമായ എല്ലാ സാധ്യമായ എല്ലാ അഡ്വാൻസ്ഡ് ടെക്നോളജീസും ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കും. അതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? റാപ്പിഡ് കൺസ്ട്രക്ഷൻ ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് വൺ എന്തായിരുന്നു?
കണ്ടാമിനേഷൻസിൽ നിന്നും പ്രിവെന്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ആ രീതിയിലാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. ദെൻ ലോങ് ഡ്യൂറബിലിറ്റി ആണ്. ഓക്കെ, ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ടെക്നിക്സുകളും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ലോങ് ഡ്യൂറബിലിറ്റി ആണ്. ലോങ് റണ്ണിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ദെൻ സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ ഈസ് ഓഫ് മെയിൻ്റെനൻസ്. സ്റ്റീൽ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് വീണാലും നമുക്ക് ഈസിലി അത് വൈപ്പ് ചെയ്ത് മാറ്റാനായിട്ട് കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ബാക്ടീരിയൽ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ടും കഴിയുന്നതാണ്. പിന്നെന്തായിരുന്നു 6th പോയിന്റ് എന്തായിരുന്നു? ഇൻസ്റ്റലേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്സ്. ആവശ്യമായ എക്യുപ്മെന്റ്സുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതാണ്. Then provision of opening needed for the installation without affecting hardness of structure. ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു ഡിവൈസ് സെറ്റ് ചെയ്യണം, അതിന്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചറിൽ ഒരു മാറ്റവും വരുത്താതെ തന്നെ ഓപ്പണിംഗ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? പുതിയൊരു ഡിവൈസ് സെറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇൻസ്റ്റോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, മൊത്തത്തിൽ അഴിച്ചു പണിയേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആണോ? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. നെക്സ്റ്റ് വൺ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, എന്താ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ? Can you please read it? Integrated Operation Theatre. Sarah or Sahara. Can you please read it? Functionally linking the operation theatre environment. Okay, functionally linking the operation theatre environment. Also, this consists of patient information, audio, video, surgical lights, room lights, AC and medical equipments. So എന്താണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ? ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ. ഓക്കെ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ എക്യുപ്മെന്റ്സുകളും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ഇമേജിംഗ്. എന്താണ് ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ? പ്രിന്റ് എടുക്കാതാണ്, എക്സ്റേ അങ്ങനത്തെയാണോ മാഡം? അതെ, എക്സ്റേ, MRI ഇല്ലേ, CT സ്കാൻ, ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഇമേജിംഗ്, അതോടൊപ്പം തന്നെ IT സിസ്റ്റം, ഇതിനെയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ഡിജിറ്റൽ ഇമേജിംഗ്, IT സിസ്റ്റം, ഇതിനെയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. സോ ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കാം? ഒരു സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിനെ അപേക്ഷിച്ച് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയായിരിക്കാം? ഇപ്പൊ സർജൻസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ, നേഴ്സസ് പോലുള്ളവർക്കെല്ലാം അവിടെ യൂസ് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളെയും ഒരൊറ്റ ഇന്റർഫേസിൽ നിന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണ്? IT സിസ്റ്റം യൂസ് ചെയ്യുന്നത് ഒരു ടച്ച് സ്മൂത്ത് ഫങ്ഷനിങ് ആയിരിക്കും. ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും ഒരൊറ്റ ഇന്റർഫേസിൽ നിന്നുകൊണ്ട് തന്നെ ലൈറ്റ്സ്, ക്യാമറാസ് അല്ലെങ്കിൽ പേഷ്യന്റ് മോണിറ്റേഴ്സ് എല്ലാം ഒരൊറ്റ ഇന്റർഫേസിൽ നിന്നുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ദെൻ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ദെൻ ഓഡിയോ വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓഡിയോ വിഷ്വൽ കണക്ടിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, ഇപ്പൊ സർജറി ടൈമിൽ സർജൻസിന് എന്തെങ്കിലും ഒരു അഡ്വൈസ് വേണം, അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തുള്ള ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ഓഡിയോ വിഷ്വൽ കണക്ടിവിറ്റി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സർജൻസിന് അഡ്വൈസിന് വേണമെങ്കിൽ എന്താണ്, ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തുള്ള ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ് അതിന്റെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. സോ എന്താണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്? അഡ്വാൻസ്ഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്, അതോടൊപ്പം തന്നെ പിന്നെന്തൊക്കെയാണ്? അഡ്വാൻസ്ഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ കൂടെ തന്നെ ഡിജിറ്റൽ ഇമേജിങ്ങും അതേപോലെ IT സിസ്റ്റവും ഒരുമിച്ച് കൊണ്ടുള്ള, ഇത് മൂന്നിനെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അതിന്റെ ബെനിഫിറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? സർജൻസിനാണെങ്കിലും മറ്റ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും ഒരൊറ്റ ഇന്റർഫേസിൽ നിന്നുകൊണ്ട് തന്നെ എന്താണ്, എല്ലാ ഡിവൈസുകളെയും കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതേപോലെ തന്നെ സർജൻസിന് എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തുള്ള ഒരാളുമായിട്ട് ഓഡിയോ വിഷ്വൽ കണക്ടിവിറ്റി യൂസ് ചെയ്ത് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. ആൻഡ് തേർഡ് വൺ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ.
എന്താണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ? Look at the PDF. A surgical theater that is equipped with modern medical imaging devices like C-arms, CT scanners, MRI scanners. This allows slightly invasive surgery. Okay, less incision. അപ്പോൾ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒരു സാധാരണ ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ഒരു സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിനോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഇമേജിംഗ് ഡിവൈസുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിന്റെ കൂടെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഇമേജിംഗ് ഡിവൈസുകളും എന്താണ് സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മിസ് ഒന്നും കൂടി പറയാം. അതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ സാധാരണ ഒരു ഓപ്പറേഷൻ തിയേറ്റർ, അതിലെല്ലാ ഫെസിലിറ്റീസും ഇമേജിംഗ്, ഡിജിറ്റൽ ഇമേജിംഗ്, എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇമേജിംഗ് ഡിവൈസും ഉണ്ടായിരിക്കും. ഓക്കെ, MRI അല്ലെങ്കിൽ CT സ്കാൻ പോലുള്ള എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇമേജിംഗ് സിസ്റ്റവും ഇമേജിംഗ് ഡിവൈസുകളും ഈ ഓപ്പറേഷൻ റൂമിന് ഉള്ളിലുണ്ടായിരിക്കും. ക്ലിയർ ആണോ? അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കാം? എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ അതുകൊണ്ട്? എന്താണ്? ഈ മെഡിക്കൽ ഇമേജിംഗ് അല്ലെങ്കിൽ എക്സ്റേ അല്ലെങ്കിൽ MRI പോലുള്ള ഡിവൈസുകൾ യൂസ് ചെയ്തുകൊണ്ട് സർജൻസിന് എന്ത് ചെയ്യാം? ലൈവായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. ഓക്കെ, ലൈവായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ സർജറി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ റിസൾട്ട് അപ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് എന്താണ് റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും കഴിയുന്നതാണ്. ക്ലിയർ ആണോ? വിച്ച് മീൻസ് എന്താണ്, അവിടെ ധാരാളം മെഡിക്കൽ ഇമേജിംഗ് അതിനുള്ള ഡിവൈസുകൾ എക്സ്റേ, MRI സ്കാൻ ഇതിനെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണെന്ന് പറഞ്ഞു അല്ലേ? എല്ലാ ഡിവൈസുകളും അവിടെ ഉണ്ടായിരിക്കും. സോ എന്താണ്, ലൈവായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ കഴിയും സർജന്. ഓക്കെ, ചെയ്യുന്ന ഏരിയ, നമ്മൾ സർജറി ചെയ്യുന്ന ഏരിയ പ്രോപ്പർ ആയിട്ടാണോ, ആ ഭാഗത്ത് തന്നെയാണോ സർജറി ചെയ്യുന്നത്, തുടങ്ങിയ ലൈവ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനായിട്ട് കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ എന്താണ്, സർജറിയുടെ റിസൾട്ട് ലൈവായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും കഴിയുന്നതാണ്. വേറൊരു ബെനിഫിറ്റ് പറയുന്നത് എന്താണ്, സാധാരണ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ സർജറി കഴിഞ്ഞതിന് ശേഷം ആ പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആണോ, അല്ലെങ്കിൽ എന്താണ് സർജറി ചെയ്തത് ഓക്കെ ആണോ എന്ന് അറിയുന്നതിന് വേണ്ടി MRI അല്ലെങ്കിൽ CT സ്കാൻ ഒക്കെ എടുക്കേണ്ടി വരാറുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യിക്കേണ്ടി വരാറുണ്ട്. ഓക്കെ, അത് പലതരത്തിലുള്ള എന്താണ് ഡിഫിക്കൽട്ടീസും പേഷ്യന്റിന് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? പേഷ്യന്റിന്റെ സേഫ്റ്റിയെ ബാധിക്കുന്നുണ്ട്, ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകാനായിട്ട് കാരണമാകുന്നുണ്ട്. സോ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ തന്നെ ഇത്തരം ഫെസിലിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യിക്കേണ്ടി വരുന്നില്ല. ഓക്കെ, പേഷ്യന്റിന്റെ സേഫ്റ്റി എന്താണ് ഇത്തരം ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ കൂടുതലാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിന്റെ കൂടെ തന്നെ എന്താണ് എല്ലാ മെഡിക്കൽ ഇമേജിങ്ങും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിനുള്ള എന്താണ് ഇമേജിംഗ് ഡിവൈസുകളാണ് C-arms. ഒരു C ഷേപ്പിലുള്ള ഒരു ഡിവൈസ് ആണത്. C-arms, CT സ്കാനേഴ്സ്, MRI സ്കാനേഴ്സ് പോലുള്ള ഡിവൈസുകൾ. ഓക്കെ, അപ്പൊ ഇതാണ് 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? മെയിൻലി there are 3 types of operation theater. which are they? ഏതൊക്കെയാണത്? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ, ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, മോഡുലർ ഓപ്പറേഷൻ തിയേറ്റർ എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു? ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ്. അതേപോലെ തന്നെ അത് ഓഫ് സൈറ്റിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതും ഓൺ സൈറ്റിൽ എന്താണ് അസംബിൾ ചെയ്യുന്നതുമാണ്. പേഷ്യന്റിന് സാധ്യമായ എല്ലാ സേഫ്റ്റിയും പ്രൊവൈഡ് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ അഡ്വാൻസ്ഡ് ടെക്നോളജീസും ഇത്തരം മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത എന്താ? ഇന്റഗ്രേറ്റഡും ഹൈബ്രിഡും തമ്മിൽ മാറിപ്പോകരുത്. ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ അഡ്വാൻസ്ഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്, അതിന്റെ കൂടെ തന്നെ ഇമേജിംഗ് ഡിവൈസുകൾ, ഡിജിറ്റൽ ഇമേജിംഗ്, അതോടൊപ്പം തന്നെ വേറെന്താണ് IT സിസ്റ്റം, ഇതിനെയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. ക്ലിയർ ആണോ? ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. ദെൻ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്താണ്? ഒരു സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ തന്നെ എന്താണ് എല്ലാ ഡിവൈസിങ്ങും എല്ലാ ഇമേജിംഗ് ഡിവൈസിങ്ങിനെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഈ 3 ഓപ്പറേഷൻ തിയേറ്ററും എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക്, പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ.
എന്തൊക്കെയാണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ ഓക്കെ റിസ്കുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ എടുക്കേണ്ട പ്രിവെന്റീവ് മെഷേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? പുട്ട് ഓൺ ഷൂസ് പ്രിപ്പയർഡ് ഫോർ നഴ്സസ് വിത്ത് നോൺ സ്ലിപ്പ് സോൾസ്. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പ്രവർത്തിക്കുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ ഈവൻ നഴ്സസ് ആണെങ്കിലും അവർക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള ഷൂസ് ഉണ്ട്, അതായിരിക്കണം വെയർ ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? ഷൂസ് ഡിസ്പോസിബിൾ കവർ യൂസ് ചെയ്ത് എന്താണ് കവർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് മാത്രം യൂസ് ചെയ്യേണ്ട ചപ്പൽസ് ആയിരിക്കണം അല്ലെങ്കിൽ ഫുഡ് വെയേഴ്സ് ആയിരിക്കണം ധരിക്കേണ്ടത്. ക്ലിയർ ആണോ? നോൺ സ്ലിപ്പ് സോൾസ് ആയിരിക്കണം, അതേപോലെ തെന്നി വീഴാത്ത ഓക്കെ ആന്റി സ്കിഡ് ആയിട്ടുള്ള അത്തരം ഗ്രിപ്പുള്ള സോൾസ് ആയിരിക്കണം അല്ലെങ്കിൽ ഷൂസ് ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്. ദെൻ സെക്കൻഡ് പോയിന്റ് നോക്കിക്കോളൂ. ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട്സ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ, പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഓൾസോ. എന്താണ് ഇതിൽ പറയുന്നത്? ഷാർപ്പ് ഒബ്ജക്ട്സുകളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത്രയും കെയർ എടുത്തിരിക്കണം. ഓക്കെ, അതിലെന്താ പറയുന്നത്? കെയർ എടുക്കുന്നതോടൊപ്പം തന്നെ എന്താണ് നമ്മൾ ഇത്തരം ഷാർപ്പ് ഒബ്ജക്ട്സുകളെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസും ചെയ്തിരിക്കണം. ഓക്കെ, ഡിസ്പോസ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? എന്തുകൊണ്ടാണ് പ്രോപ്പർ അല്ലെങ്കിൽ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം എന്ന് പറയാൻ കാരണം? ഷാർപ്സ് എടുക്കുന്നത് മൂലം എന്താണ് ഹാൻഡിൽ ചെയ്യുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് ഷാർപ്സ് മൂലം ഇഞ്ചുറീസ് ഉണ്ടാകാനായിട്ട് ചാൻസസ് ഉണ്ട് അല്ലേ? ഇഞ്ചുറീസ് വരാം. ഇപ്പൊ നീഡിൽസോ സിസേഴ്സോ പോലുള്ള ഷാർപ്പ് ഒബ്ജക്ട്സിൽ നിന്നും ഇഞ്ചുറീസ് ഉണ്ടാകാനായിട്ട് ചാൻസസ് ഉണ്ട്. ഇഞ്ചുറീസ് എന്താണ്? ഇൻഫെക്ഷനും കാരണമാകുന്നുണ്ട്. സോ ഇത്തരം കണ്ടീഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും ഷാർപ്സുകൾ എന്താണ് പ്രോപ്പർ ആയിട്ടായിരിക്കണം ഹാൻഡിൽ ചെയ്യേണ്ടത്. ദെൻ ഡിസ്പോസൽ എങ്ങനെയായിരിക്കണം? ഷാർപ്പ് ഒബ്ജക്ട്സുകളുടെ ഡിസ്പോസൽ പ്രൊസീജിയർ എന്തായിരുന്നു? നമ്മൾ പഠിച്ചതല്ലേ? എന്താണത്? ലേബൽഡ് ചെയ്ത ബാഗാണ്. ലേബിൾഡ് ചെയ്ത, അതോടൊപ്പം തന്നെ പങ്ക്ച്വർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ ആയിരിക്കണം അല്ലെ? പങ്ക്ച്വർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ലേബിൾഡ് ചെയ്ത കണ്ടെയ്നറിലോ ബാഗിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? ആൻഡ് തേർഡ് വൺ നോക്കിക്കോളൂ. ഇൻസ്റ്റോൾ ഗ്രൗണ്ട് ഫോൾട്ട് ക്രിട്ടിക്കൽ സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. കോൾ എ സ്കിൽഡ് ഇലക്ട്രീഷ്യൻ ടു ടെസ്റ്റ് ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് എക്യുപ്മെന്റ്സ്. അതിലെന്താ പറയുന്നത്? എന്താണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്? എന്തായിരിക്കാം? ഇലക്ട്രിക് ഷോക്കിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഡിവൈസ് ആണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രിക് ഷോക്കിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്ററിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ആണത്. ഓക്കെ, അതെന്താണ്? ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ്സിന് ഡാമേജ് ഉണ്ടെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യന്റെ ഹെൽപ്പും എന്താണ് നേടിയിരിക്കണം. ക്ലിയർ ആണോ? 3 പോയിന്റ് ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് മാത്രം എന്താണ് പ്രത്യേക രീതിയിലുള്ള ചപ്പൽ ഉണ്ട്, ആ ചപ്പൽ ആയിരിക്കണം ധരിക്കേണ്ടത്. അതേപോലെ തന്നെ രണ്ടാമത്തെ എന്തായിരുന്നു? ഷാർപ്പ് ഒബ്ജക്ട്സുകളെ പ്രോപ്പർ ആയിട്ടായിരിക്കണം ഹാൻഡിൽ ചെയ്യേണ്ടതും. അതേപോലെ തന്നെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണ്? PPE വെയർ ചെയ്തിരിക്കണം, വേണ്ടേ? ഗ്ലൗസ് വെയർ ചെയ്തിരിക്കണം, വേണ്ടേ? ഷാർപ്പ് ഒബ്ജക്ട്സുകൾ ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും PPE വെയർ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് ലേബിൾഡ് ചെയ്ത പങ്ക്ച്വർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലായിരിക്കണം ഇത്തരം ഷാർപ്പ് ഒബ്ജക്ട്സുകളെ ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ആൻഡ് തേർഡ് പോയിന്റ് എന്താണ്? ഇലക്ട്രിക് ഷോക്കിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ഡിവൈസ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് എന്താണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഉണ്ടായിരിക്കണം. അതേപോലെ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ്സിന് ഡാമേജ് ഉണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യുന്നതിന് ഒരു സ്കില്ലായിട്ടുള്ള ഇലക്ട്രീഷ്യന്റെ ഹെൽപ്പ് നേടിയിരിക്കണം. ആൻഡ് ദ ഫോർത്ത് വൺ, പുട്ട് ഓൺ എ റേഡിയേഷൻ ഡോസിമീറ്റർ. എന്താണ് റേഡിയേഷൻ ഡോസിമീറ്റർ? എന്തായിരിക്കാം? അയണൈസിംഗ് റേഡിയേഷൻ പഠിച്ചല്ലേ? അയണൈസിംഗ് റേഡിയേഷന്റെ എക്സ്പോഷർ അളക്കുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് ഡോസിമീറ്റർ. ഓക്കെ, അയണൈസിംഗ് റേഡിയേഷന്റെ എക്സ്പോഷർ അളക്കുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. അതെന്താണ്? വെയർ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? അയണൈസിംഗ് റേഡിയേഷൻ എക്സ്പോഷർ അളക്കുന്നതിനുള്ള ഡിവൈസ് ആണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാം ഹെൽത്ത് കെയർ സ്റ്റാഫുകളും വെയർ ചെയ്തിരിക്കണം. ദെൻ ഫിഫ്ത്ത് വൺ നോക്കിക്കോളൂ. എന്താ അതിൽ പറയുന്നത്? ഇൻസ്റ്റാൾ എയർ കണ്ടീഷനിങ് വിത്ത് എഫക്റ്റീവ് ജനറൽ വെന്റിലേഷൻ ഇൻ ദ ഓപ്പറേറ്റിംഗ് റൂം ടു ലെസൺ ഹീറ്റ് സ്ട്രെസ് ആൻഡ് റിമൂവ് ഓഡേഴ്സ് ഗ്യാസസ് ആൻഡ് വേപ്പേഴ്സ്. എന്തായിരിക്കാം? ഓപ്പറേഷൻ തിയേറ്ററിനകത്തെ ബാഡ് സ്മെല്ല് കുറയ്ക്കുന്നതിന് അല്ലെങ്കിൽ പിന്നെന്താണ് ഹീറ്റിന്റെ സ്ട്രെസ് കുറയ്ക്കുന്നതിന് ഒരു ജനറൽ വെന്റിലേഷനുള്ള എയർ കണ്ടീഷൻഡ് ആയിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിനകത്തുള്ള ബാഡ് സ്മെൽ ഓഡേഴ്സ് എല്ലാം റിമൂവ് ചെയ്യുന്നതിനും അതേപോലെ ഹീറ്റിന്റെ സ്ട്രെസ് കുറയ്ക്കുന്നതിനും
ഓക്കെ, ഹീറ്റിന്റെ സ്ട്രെസ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന ജനറൽ വെന്റിലേഷനോട് കൂടിയ എയർ കണ്ടീഷനിങ് ആയിരിക്കണം ചെയ്യേണ്ടത്. And the sixth one, nurses sensitive to natural rubber latex must use non-latex or powder-free latex gloves and avoid contact with other latex products. ഓക്കെ, ലാറ്റക്സിന് അലർജി ഉള്ള നേഴ്സസ് ഉണ്ടായിരിക്കാം അല്ലെ, ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ ഇച്ചിങ്, അത്തരത്തിലുള്ള ചൊറിച്ചില്, അങ്ങനെയുള്ള അലർജീസ് ഉള്ള നേഴ്സസ് ആണെങ്കിൽ എന്തായിരിക്കണം വെയർ ചെയ്യേണ്ടത്? അവർ മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യേണ്ടത് നോൺ ലാറ്റക്സ് ആയിട്ടുള്ള ഗ്ലൗസ് അല്ലെങ്കിൽ പൗഡർ ഫ്രീ ലാറ്റക്സ് ആയിട്ടുള്ള ഗ്ലൗസുകളായിരിക്കണം വെയർ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ചില റബ്ബർ ഗ്ലൗസുകൾ നമ്മൾ വെയർ ചെയ്താൽ, ഇപ്പൊ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിലും ഈവൻ നമ്മൾ വെയർ ചെയ്ത് റിമൂവ് ചെയ്യുമ്പോൾ കയ്യിൽ എന്താണ്, ഒരു വൈറ്റ് കളറിൽ ഒരു പൗഡർ ഫോം ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ അങ്ങനെ? അപ്പൊ അത് ചില നേഴ്സസ് സെൻസിറ്റീവ് ആയിട്ടുള്ളവരാണെങ്കിൽ എന്താണ് അലർജീസിന് കാരണമാകാറുണ്ട്. സോ അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് പ്ലാസ്റ്റിക് അത്തരത്തിലുള്ള മെറ്റീരിയൽസ് കൊണ്ടുള്ള ഗ്ലൗസുകൾ, നോൺ ലാറ്റക്സ് ആയിട്ടുള്ള ഗ്ലൗസുകളാണ് വെയർ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. Then follow established and appropriate infection control precautions assuming blood and body fluids. ഓക്കെ, ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കോണ്ടാക്ട് വരുന്നത് മൂലം പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകാനായിട്ട് ചാൻസസ് ഉണ്ട് അല്ലേ? അപ്പോൾ എന്താണ്, അതിനെ തടയുന്നതിന് ആവശ്യമായ എല്ലാ പ്രിക്കോഷൻസും എടുത്തിരിക്കണം. എന്തൊക്കെയാണ് ആ പ്രിക്കോഷൻസ്? ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ്, എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കേണ്ടത്? എന്തൊക്കെയാണ്? PPE കിറ്റ് ധരിക്കണം. PPE വെയർ ചെയ്തിരിക്കണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു? ആ പ്രൊസീജിയർ എന്തായിരുന്നു? ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡിന്റെ സ്പില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്? നമ്മൾ സ്പില്ലേജ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? ഫസ്റ്റ് എന്തായിരുന്നു? അത് ഐഡന്റിഫൈ ചെയ്യണം, പിന്നെ ഏരിയ എവിക്ട് ചെയ്യണം. അത് കെമിക്കലാണ് പഠിച്ചത്. ഏരിയ എവിക്ട് ചെയ്യേണ്ടത് കെമിക്കൽ സ്പില്ലേജ് ഉണ്ടാകുമ്പോഴാണ്. ബ്ലഡിന്റെ ബോഡി ഫ്ലൂയിഡിന്റെ ആണെങ്കിൽ എന്താണ്, ഇതുമായി കോണ്ടാക്ട് വരുന്ന എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും PPE വെയർ ചെയ്ത് PPE വെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ പിന്നെന്തായിരുന്നു, അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അതിനെ ചെയ്യാതെ കൺട്രോളിൽ കൊണ്ടുവരേണ്ടതാണ്. അബ്സോർബൻ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിച്ച എല്ലാ മെറ്റീരിയൽസിനെയും എഗെയിൻ നമ്മൾ എന്താണ് ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആണ് ഡിസ്പോസ് ചെയ്യേണ്ടത്. ദെൻ ആ ഏരിയ സർഫസ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണം. വെരി ഗുഡ്. 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്തായിരിക്കണം ഏരിയ അല്ലെങ്കിൽ ആ സർഫസ് ക്ലീൻ ചെയ്യേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന അതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസും, ഈവൻ കോട്ടൺ അല്ലെങ്കിൽ ബാൻഡേജ്, ഡ്രസ്സിങ്സ് എല്ലാം എങ്ങനെയാണ് ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. Then wash hands and other exposed skin surface after coming into contact with the blood or body fluids. ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ കോണ്ടാക്ട് ഉണ്ടായാൽ ഉടൻ തന്നെ എന്താണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. Then providing lifting aids for the lifting and shift of heavy patients. Consult an occupational safety specialist on the safe handling of heavy patients. ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലെ പലതരത്തിലുള്ള പേഷ്യൻസ് വരാം അല്ലെ. ചിലർ എങ്ങനെയായിരിക്കും, ഹെവി ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. അത്തരം പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട ലിഫ്റ്റിംഗ് എയ്ഡ്സുകൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, ചിലപ്പോൾ എന്തായിരിക്കാം ലിഫ്റ്റിംഗ് എയ്ഡ്സ് ചിലപ്പോൾ സ്ട്രക്ചർ ആയിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ വീൽ ചെയർ ആയിരിക്കാം. ഹെവി പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ ലിഫ്റ്റിംഗ് എയ്ഡ്സുകളും ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ആൻഡ് നോക്കിക്കോളൂ, നെക്സ്റ്റ് പോയിന്റ്, ചെക്കിംഗ് ഫോർ അനസ്തെറ്റിക് ആൻഡ് ഓക്സിജൻ ഗ്യാസ് ലീക്കേജ്. എന്താ അതിൽ പറയുന്നത്? അനസ്തെറ്റിക് അല്ലെങ്കിൽ ഓക്സിജൻ ഗ്യാസ് ലീക്കേജ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തിരിക്കണം. എന്താണ് അനസ്തെറ്റിക് ഗ്യാസ്? അനസ്തെറ്റിക് ഗ്യാസ് എന്തായിരിക്കാം?
അതായത് അനസ്തീഷ്യ. ഓക്കെ, അനസ്തീഷ്യ അറിയാലോ. അതേപോലെ തന്നെ എന്താണ്, ഒരു ട്യൂബ് വഴി അല്ലെങ്കിൽ മാസ്കിന്റെ ഹെൽപ്പോട് കൂടി എന്താണ് പേഷ്യൻസിന് എന്ത് ചെയ്യുന്നു, അനസ്തെറ്റിക് ഗ്യാസ് കൊടുക്കുന്നു. അതുമൂലം എന്താണ് അവർക്ക് പെയിൻ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ഒരു ഗ്യാസ് ആണ് അനസ്തെറ്റിക് ഗ്യാസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അനസ്തെറ്റിക് ഗ്യാസിന്റെയോ ഓക്സിജൻ ഗ്യാസിന്റെയോ ലീക്കേജ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതും ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ചെക്ക് ചെയ്യേണ്ടതും എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ. പലതരത്തിലുള്ള കെമിക്കൽസ് അല്ലെ, പലതരത്തിലുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ ഗ്യാസസ് എല്ലാം ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഉണ്ടായിരിക്കും. അതിന്റെ ലീക്കേജ് ഉണ്ടായാൽ എന്താണ് ഫയർ ഉണ്ടാകാനായിട്ട് അല്ലെ ചാൻസസ് ഉണ്ട്. അപ്പൊ അത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അതിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, എന്തൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഫോളോ ചെയ്യേണ്ടത്? എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്തായിരുന്നു? നഴ്സുമാർക്കായിട്ട് പ്രിപ്പയർ ചെയ്ത ഷൂ ധരിക്കുക, അതും ഗ്രിപ്പുള്ള ഷൂ ധരിക്കുക. ഓക്കെ, ദെൻ ഷാർപ്പ് ഒബ്ജക്ട്സ് നല്ലപോലെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക, അതുപോലെ അത് ഡിസ്പോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഡിസ്പോസ് ചെയ്യേണ്ടത് പങ്ക്ച്വർ റെസിസ്റ്റന്റ് കണ്ടെയ്നറിലായിരിക്കണം. ഓക്കെ, ദെൻ തേർഡ് വൺ, ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇൻസ്റ്റാൾ ചെയ്യുക, അതായത് ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ സ്കിൽഡ് ആയിട്ട് ഇലക്ട്രീഷ്യനെ തന്നെ വിളിച്ചത് ടെസ്റ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, ഏതെങ്കിലും ഒരു ഡിവൈസിൽ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ്സിന് ഡാമേജ് ഉണ്ടെങ്കിൽ എന്താണ് സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യന്റെ ഹെൽപ്പ് നേടിയിരിക്കണം. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് വൺ, റേഡിയേഷൻ ഡോസിമീറ്റർ എല്ലാ സ്റ്റാഫുമാരും ഇടണം. കാരണം എത്രത്തോളം അയണൈസിങ് റേഡിയേഷൻ എക്സ്പോസർ ആയിട്ടുണ്ട് നോക്കുന്ന മെഷീനാണ് ഡോസിമീറ്റർ, അത് ധരിച്ചിരിക്കണം. ഓക്കെ, ദെൻ ആൻഡ് ദ ഫിഫ്ത് വൺ, വെന്റിലേഷൻ ഉള്ള എയർ കണ്ടീഷണർ ഉണ്ടായിരിക്കണം. കാരണം ബാഡ് സ്മെല്ലോ പിന്നെ ഹീറ്റിന്റെ സ്ട്രെസ്സൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ജനറൽ ആയിട്ടുള്ള വെന്റിലേഷൻ ഉള്ള ഒരു എയർ കണ്ടീഷനിങ് ആയിരിക്കണം ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ സെറ്റ് ചെയ്യേണ്ടത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്തായിരുന്നു? നഴ്സുമാരൊക്കെ സെൻസിറ്റീവ് ലാറ്റക്സ് പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നോൺ ലാറ്റക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൗഡർ ഫ്രീ ലാറ്റക്സ് ആയിട്ടുള്ള ഗ്ലവ്സ് ഒക്കെ യൂസ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് അതുമായിട്ട് കോൺടാക്റ്റിൽ വരുന്നവർക്ക് ചിലപ്പോൾ സെൻസിറ്റീവ് ആണെങ്കിൽ എന്താണ് അലർജീസ് പോലുള്ള ഇഷ്യൂസ് ഉണ്ടാകാം അല്ലെ. ഇൻഹെയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടായേക്കാം. ഈ പൗഡർ ഫോം ആണെങ്കിൽ ചിലപ്പോൾ ഇൻഹെയിൽ ചെയ്യാൻ ചാൻസസ് ഉണ്ട് അല്ലെ. അപ്പൊ അത്തരം നേഴ്സസ് ആണെങ്കിൽ എന്താണ് ചിലപ്പോൾ ബ്രീത്തിങ് ഇഷ്യൂസ് വന്നേക്കാം. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് തടയുന്നതിന് വേണ്ടി എന്താണ് നോൺ ലാറ്റക്സ് പ്രോഡക്ട്സുകളായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. അതായത് ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സിനൊക്കെ ഇതുണ്ടാകുമ്പോൾ അതിന്റെ പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ എടുക്കണം. PPE ധരിക്കണം. പിന്നെ അബ്സോർബൻ പാഡ് അതൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത സംഭവങ്ങളൊക്കെ ലാബിൽ ചെയ്ത് വേസ്റ്റിൽ കൊണ്ടുപോയിടണം. അങ്ങനെ ഡിസ്പോസ് ചെയ്യണം. ബാഗിലോ കണ്ടെയ്നറിലോ ഡിസ്പോസ് ചെയ്യണം. ഓക്കെ, അത്തരത്തിലുള്ള പ്രിക്കോഷൻസ് എല്ലാം എടുത്തിരിക്കണം. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് വരുന്ന എല്ലാ ഇൻഫെക്ഷനെയും എന്ത് ചെയ്യണം, ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ പ്രിക്കോഷൻസും എടുത്തിരിക്കണം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എന്താണ് ബ്ലഡിന്റെയും ബോഡി ഫ്ലൂയിഡ്സിനൊക്കെ കോണ്ടാക്ട് അങ്ങനെ വരികയാണെങ്കിൽ നല്ലപോലെ ഹാൻഡ് വാഷ് ചെയ്യണം. പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. ദെൻ ഹെവി പേഷ്യൻസിനാണ് വരുന്നതെങ്കിൽ അവരെ ലിഫ്റ്റിംഗ് എയ്ഡ്സ് എന്തായാലും അവർക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യണം. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യിക്കുമ്പോൾ എന്താണ് ലിഫ്റ്റിംഗ് എയ്ഡ്സ് മസ്റ്റ് ആയിട്ടും ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ അനസ്തെറ്റിക് ഗ്യാസോ ഓക്സിജൻ ഗ്യാസിന്റെ ലീക്കേജ് ഉണ്ടാവുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യണം. അനസ്തെറ്റിക് ഗ്യാസ് അല്ലെങ്കിൽ ഓക്സിജൻ ഗ്യാസിന്റെ ലീക്കേജ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിരിക്കണം. ദെൻ കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ. ഓക്കെ, എന്തായിരുന്നു കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചറിൽ പറഞ്ഞത്? ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് എന്താണ് ഫയർ ഉണ്ടായാൽ അത്തരം സിറ്റുവേഷൻസിനെ എന്താണ് കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക്,
എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആർ. എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആർ. ധാരാളം എക്യുപ്മെന്റ്സുകൾ, എമർജൻസി എക്യുപ്മെന്റ്സുകൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ കൊടുത്തിരിക്കുന്നത് എന്താണ്? കാർഡിയാക് ട്രോളി വിത്ത് ഡെഫിബ്രിലേറ്റർ ഹാസ് ടു ബി റീഡ്ലി അവൈലബിൾ. എന്താണ് ഡെഫിബ്രിലേറ്റർ? നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഡെഫിബ്രിലേറ്റർ? AED, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ. എന്തായിരുന്നു ഡെഫിബ്രിലേറ്റർ? നമ്മൾ പേഷ്യന്റ് മോണിറ്റേഴ്സിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? കാർഡിയാക് സപ്പോർട്ടിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് AED പഠിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു ഡെഫിബ്രിലേറ്റർ? ഇലക്ട്രിക് കറന്റ് കൊടുക്കുന്നു. വെരി ഗുഡ് അല്ലെ. ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്നതിന് അല്ലെ, കാർഡിയാക് അറസ്റ്റ് പോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായാൽ ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്നതിനുള്ള എന്താണ് ഒരു ഡിവൈസ് ആണ് ഡെഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കാർഡിയാക് ട്രോളി എന്തായിരിക്കാം? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രോളീസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ കാർഡിയാക് ട്രോളി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കാം? എന്തിനു വേണ്ടിയായിരിക്കാം ഗാഥ? കാർഡിയാക് ട്രോളി കാർഡിയാക് സർജറീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന, ഓക്കെ, ഒരു കാർഡിയാക് സർജറിക്ക് വേണ്ടി ആവശ്യമായ എല്ലാ ഡിവൈസുകളെയും, എല്ലാ എക്യുപ്മെന്റ്സുകളും, എല്ലാ മെഡിസിൻസും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രോളി ആയിരിക്കും കാർഡിയാക് ട്രോളി. ഓക്കെ, വിത്ത് എന്തുണ്ടായിരിക്കണം? ഡെഫിബ്രിലേറ്റർ. അതിന്റെ കൂടെ തന്നെ ഡെഫിബ്രിലേറ്ററോട് കൂടിയ ഒരു കാർഡിയാക് ട്രോളി എന്താണ് അത് റീഡ്ലി അവൈലബിൾ ആയിരിക്കണം. ഈസിലി നമുക്ക് എന്തായിരിക്കണം? അവൈലബിൾ ആയിരിക്കണം. ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഈസിലി അവൈലബിൾ ആയിരിക്കണം. ക്ലിയർ ആണോ? Cardiac trolley with a defibrillator. Then do all personnel know its location? അതോടൊപ്പം തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും ഇത്തരം ട്രോളീസിന്റെ ലൊക്കേഷൻസ് എവിടെയാണെന്നും അറിഞ്ഞിരിക്കണം. ഓക്കെ, എല്ലാ പേഴ്സണൽ ഉദ്യോഗസ്ഥരും ഇതിന്റെ ലൊക്കേഷൻസ് അറിഞ്ഞിരിക്കണം. ഇത്തരം കാർഡിയാക് ട്രോളീസ് എവിടെയാണ് വെച്ചിരിക്കുന്നത് അതിന്റെ ലൊക്കേഷൻസ് അറിഞ്ഞിരിക്കണം. And the last one, specific duties of each person to be performed in connection with emergency equipment, checking of medicine which are expired and preventive maintenance of equipments. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഉപയോഗിക്കുന്ന മെഡിസിൻസ് അത് എക്സ്പയർഡ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ ഓക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ഇത്തരം ഡ്യൂട്ടീസ് ഓരോ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരാണ് അത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഡ്യൂട്ടീസും പ്രോപ്പർ ആയിട്ട് അവരുടെ ഡ്യൂട്ടീസ് ചെയ്യേണ്ടത് എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെയും റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആണോ? ഈ 3 പോയിന്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആർ. ഓക്കെ, 3 പോയിന്റ് ആണ്. ഏതൊക്കെയായിരുന്നു? കാർഡിയാക് ട്രോളി വിത്ത് ഡെഫിബ്രിലേറ്റർ ഉള്ള ഒരു കാർഡിയാക് ട്രോളി ഈസിലി അവൈലബിൾ ആയിരിക്കണം. അതോടൊപ്പം തന്നെ അതിന്റെ പൊസിഷൻ, അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ പിന്നെന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് യൂസ് ചെയ്യുന്ന മെഡിസിൻസ് എക്സ്പയർഡ് ആയിട്ടുണ്ടോ, അതേപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അതിന് അസൈൻ ചെയ്തിരിക്കുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ ചെക്ക് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ലാസ്റ്റ് പേജ് ഉണ്ട്. ഓക്കെ, കണ്ടോ? ലാസ്റ്റ് പേജ്, അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻവോൾവ് സ്റ്റാൻഡേർഡ് പോളിസീസ്. Okay, and the last topic, responsibilities of an operating room executive secretary. ഈ ചാപ്റ്റർ, ഈ ടോപ്പിക് റീഡ് ചെയ്തിട്ട് വരണം. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു പുതിയ ചാപ്റ്റർ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യും, വിച്ച് ഇസ് ലേബർ റൂം. ഓക്കെ, ലേബർ റൂം ചാപ്റ്റർ I think 29. ഓക്കെ, 29 ചാപ്റ്റർ നമ്പർ 29 നെക്സ്റ്റ് ക്ലാസ്സിൽ റീഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലേബർ റൂം അതിന്റെ പ്രിന്റ് എല്ലാവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, അപ്പൊ നമ്മൾ 3 ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടെന്ന് പറഞ്ഞ ഏതൊക്കെയായിരുന്നു? ഓപ്പറേഷൻ തിയേറ്റർ ഏതൊക്കെയായിരുന്നു? മോഡുലർ ഓപ്പറേഷൻ തിയേറ്റർ, ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ, ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, അതെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. മോഡുലാർ എന്ന് പറഞ്ഞാൽ ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ്. എല്ലാ അഡ്വാൻസ്ഡ് ടെക്നോളജീസും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തമ്മിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്, മെഡിക്കൽ എക്യുപ്മെന്റ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം ഡിജിറ്റൽ ഇമേജിംഗ് ഉണ്ടായിരിക്കും. അതേപോലെ IT സിസ്റ്റത്തെയും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ്. ദെൻ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്താണ്? ഒരു സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ തന്നെ
ഡിജിറ്റൽ ഇമേജിങ്ങിന്റെയും അല്ലെ എല്ലാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ ഇമേജിങ്ങും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ദെൻ പ്രിവെന്റീവ് മെഷേഴ്സ്. ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് എന്താണ് റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ഏതെല്ലാമാണെന്ന് ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ എമർജൻസി എക്യുപ്മെന്റ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡ്യൂട്ടീസ് എന്തെല്ലാമാണെന്നും ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി? എനി ഡൗട്ട്സ്? ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ഇമേജിങ് ഉണ്ടായിരിക്കും. ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്റേ, ഓക്കെ, MRI, ഓക്കെ, ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഇമേജിംഗ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ IT സിസ്റ്റത്തെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയായിരുന്നു? എന്തായിരുന്നു ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ബെനിഫിറ്റ്? എല്ലാ സർജൻസിനും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും ഒരൊറ്റ ഇന്റർഫേസിൽ നിന്ന് അവിടെയുള്ള ഡിവൈസുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ദെൻ എന്താണ്? ഓഡിയോ വിഷ്വൽ കണക്ടിവിറ്റി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്? സർജൻസിന് എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ പുറത്തുള്ള ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, ഇതൊക്കെയാണ് എന്താണ് IT സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ ചോദിച്ചതാരാ? ഓക്കെ, സ്റ്റെൻസ്. ദെൻ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ലേബർ റൂം ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്താണ്? ഒരു സാധാരണ ഓപ്പറേഷൻ തിയേറ്റർ ആയിരിക്കും. അതിനുള്ളിൽ എന്താണ്? എല്ലാ ഡിജിറ്റൽ ഇമേജിങ്ങും ഉണ്ടായിരിക്കും. ഓക്കെ, സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിന്റെ കൂടെ തന്നെ എല്ലാ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ ഇമേജിങ്ങും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. MRI, CT സ്കാൻ പോലുള്ള എല്ലാ ഡിജിറ്റൽ ഇമേജിങ്ങും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിന്റെ ബെനിഫിറ്റ് എന്താണ്? ഓപ്പറേഷനോടൊപ്പം തന്നെ എന്താണ്? സർജൻസിന് ലൈവായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ സർജറി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും കഴിയുന്നുണ്ട്. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? സർജറി കഴിഞ്ഞ് പേഷ്യന്റിനെ മറ്റൊരു റൂമിലേക്ക്, എവിടെയാണ് MRI ഇരിക്കുന്നത്, CT സ്കാൻ ഇരിക്കുന്നത്, ആ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കേണ്ടി വരാം. സോ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാനായിട്ട് ഈ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ചെയ്തോട്ടെ. Okay, ma'am. Thank you. Thank you, Thank you, ma'am.